ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസോ ഞാൻ നോക്കുന്ന കേസുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം. ഞാൻ തുടങ്ങട്ടെ. വിക്ടിമിനോട് ചോദിക്കാം, അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വിക്ടിം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് നിങ്ങൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ? ചാടിപ്പോയ ക്രിമിനലുകളുടെയും പിടികിട്ടാപ്പുള്ളികളുടെയും തറവാട്ടിൽ ചിലപ്പോൾ നേരവും കാലവും നോക്കാതെ പോലീസിനെ കയറി ഇറങ്ങേണ്ടി വരും. എംഎൽഎ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളോട് പെരുമാറി എന്നുള്ള ഒരു വിഷയവും ഞങ്ങൾക്കില്ല. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചാൻ. അങ്ങേര് പണ്ടേക്ക് രാജ്യം വിട്ടിട്ടുണ്ടാവും. അതർ ദാൻ ഹരാസിംഗ് ഹിം. ഇദ്ദേഹത്തിന്റെ പിറകെ ഈ ക്യാമറയും നോക്കി നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു, ആരായിരുന്നു അതിൽ, ആയിക്കോട്ടെ, നിങ്ങൾ തെളിവല്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന തെളിവല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എങ്ങനെ അളിനാതൊന്നോടി പറഞ്ഞേ. ഏത് ഇപ്പൊ പറഞ്ഞില്ലേ? പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചാൻ. അങ്ങേര് പണ്ടേക്ക് രാജ്യം വിട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടർ എന്ന് നോക്കാം. നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ? ആരാണ് കണ്ടക്ടർ എന്ന് ഫൈൻഡ് ചെയ്തോ? ആരാണ് അന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ? ഈ സെർച്ച് ഇനി ഇന്റർപോളിനെ ഏൽപ്പിക്കുന്നതാവും നല്ലത്. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. അതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താണ്? എന്താണ് സാറേ ഇത്? ഇങ്ങനെയാണോ പുള്ളാളെ പഠിപ്പിക്കണത്? എനിക്ക് എസ് ഓർ നോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ ഇപ്പം വാത്യാരി പണിയൊക്കെ വിട്ട് ബ്രാക്കർ പണികളൊക്കെ തുടങ്ങിയ? ഇല്ല, ഞാൻ പറയുന്നില്ല. തെളിയിക്കേണ്ടത് സമൂഹമാണ്, തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ. അല്ല ഞാനോ താങ്കളോ വിനോദോ അല്ല. മനസ്സിലായില്ലേ? തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വിനോദ്, ഞാൻ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. 24 മണിക്കൂറായി. വിനോദ്, ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു അന്വേഷിച്ചോ? കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലായടാ. വിനോദിന്റെ ഉത്തരം വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം. ഇവിടെ വന്നു ഇതൊരു ഒഴിയാബാധയല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങ്. ഇവന് ഞാൻ എന്താ ചെയ്യേ? 27-ാം തീയതി പരാതി കൊടുത്തു. നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ SHO കൺട്രോൾമെന്റിന്റെ അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ? വിനോദിന് മലയാളം മനസ്സിലാവുന്നില്ലേ? മലയാളം മനസ്സിലാവുന്നുണ്ടോ? മണ്ടന്മാരാണല്ലേ? അല്ല, ഗുണ്ടകളാ. രണ്ടും ഒന്ന് തന്നെ. അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്ത് ചോദ്യം വേണോ ചോദിച്ചോ. എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നിനക്കറിയില്ലല്ലേ? ഇല്ല, ഞങ്ങൾക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കാതെ എന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതാണോ ശിക്ഷ? അതിന് മോളിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയാ മതി, അപ്പൊ തുടങ്ങും ഞങ്ങളുടെ പണി. ആരാ മോളില്? അത് ഇവിടുത്തെ പണിക്കാരാ. എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരുണം, വീരം, രൗദ്രം. ഈ ജംഗ്ഷന്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഉദ്ദേശിച്ചത്. അച്ഛനെന്ത് ഉദ്ദേശിച്ച? ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്.